ഈ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് പേര് ചോദിച്ചു ഏതൊക്കെ സബ്വൂഫറാണ് ഉപയോഗിക്കുന്നത്, ഏത് ആംപ്ലിഫയർ ആണ് ഉപയോഗിക്കുന്നത്, എത്ര രൂപയായി, ഇതൊക്കെ സെറ്റ് ചെയ്തതിന് എന്നൊക്കെയാണ് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഗായ്സ്. 5.1ഉം സബ്വൂഫറിന് വേണ്ടി മാത്രം പണിയിച്ച ഒരു ആംപ്ലിഫയറും ഇത് 5.1. 5.1ൽ ഒരു സബ്വൂഫർ, ഒരു 2 സറൗണ്ട്, ഒരു സെൻറ്റർ, 2 ഫ്രണ്ട്, അങ്ങനത്തെ ആംപ്ലിഫയർ ആണത്. ഇത് ഫ്രണ്ടായിട്ട് 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓവല്, അതും ഓവല്. പിന്നെ സറൗണ്ടായിട്ട് 2 സ്പീക്കർ, 2 ഓവലാണ്. പിന്നെ സെൻറ്ററായിട്ട് LGയുടെ ഒരു ഹൈഫൈയുടെ ഒരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സബ്വൂഫറിൽ ഒരെണ്ണം ഇത് സബ്വൂഫർ പണിഞ്ഞ സബ്വൂഫറാണ്. ഇത് സോണിയുടെ എക്സ്പ്ലോഡ് സബ്വൂഫറാണ് ഇത്. ഈ ആംപ്ലിഫയർ ഈ ഒരു സബും 5 സ്പീക്കറിനും വേണ്ടിയുള്ളതാണ് ഈ ഒരു ആംപ്ലിഫയർ. പിന്നെ ഈ ആംപ്ലിഫയർ എന്ന് വെച്ചാൽ ഈ സോണി എക്സ്പ്ലോഡിന് വേണ്ടി മാത്രമാണ് ഈ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഇത് 5.2 അയക്കുന്നത്. ഇത് സബിന് വേണ്ടി മാത്രം ആണ് പണിഞ്ഞേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഫോണിൽ എത്രത്തോളം ആകുമെന്ന് എനിക്ക് അറിയാൻ വയ്യ.